ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫർ സ്റ്റോണിൻ്റെ ഡയഗൺ ആലി എന്ന ചാപ്റ്ററിൻ്റെ അവസാന ഭാഗമാണ് കേൾക്കാൻ പോകുന്നത്. ഹാരിയും ഹാഗ്രിഡും ചേർന്ന് സ്കൂളിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ ഡയഗൺ ആലിയിൽ പോകുകയും അവിടെ വെച്ച് സ്കൂൾ ഹൗസുകളെക്കുറിച്ച് ഹാരി ചോദിക്കുന്നിടത്താണ് നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത്. സോ വിതൗട്ട് ഫർദർ ഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് ജംപ് ഇൻ ടു ദ സ്റ്റോറി. എന്താണ് സ്ലിതറിനും ഹഫിൾ പഫും? അത് സ്കൂൾ ഹൗസുകളാണ്. 4 എണ്ണമുണ്ട്. എല്ലാവരും ഹഫിൾ പഫിൽ ഉള്ളത് വിഡ്ഢികളാണെന്ന് പറയും. പക്ഷേ ഞാൻ ഹഫിൾ പഫിലാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഹാരി വിഷമത്തോടെ പറഞ്ഞു. സ്ലിതറിനേക്കാൾ നല്ലത് ഹഫിൾ പഫാണ്, ഹാഗ്രിഡ് പറഞ്ഞു. സ്ലിതറിനിൽ നിന്നല്ലാതെ മറ്റൊരു ഹൗസിൽ നിന്നും മോശമായി മാറിയ ഒരു മന്ത്രവാദിനിയോ മാന്ത്രികനോ ഇല്ല. യുനോഹു ആയിരുന്നു ഒന്ന്. വോൾ? സോറി, യുനോഹു ഹോഗ്വാർട്സിലായിരുന്നോ? അതെ, വർഷങ്ങൾക്ക് മുൻപ്, ഹാഗ്രിഡ് മറുപടി നൽകി. ഫ്ലറിഷ് ആൻഡ് ബ്ലോഡ്സ് എന്ന കടയിൽ നിന്നാണ് അവർ ഹാരിയുടെ സ്കൂൾ പുസ്തകങ്ങൾ വാങ്ങിയത്. തുകൽ കൊണ്ട് കെട്ടിയ കല്ലുകൾ പോലെ വലിപ്പമുള്ള പുസ്തകങ്ങൾ, സിൽക്ക് കവറുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന തപാൽ സ്റ്റാമ്പുകളുടെ വലിപ്പമുള്ള പുസ്തകങ്ങൾ, സവിശേഷ അടയാളങ്ങൾ നിറഞ്ഞ പുസ്തകങ്ങൾ, ഒന്നും തന്നെ അകത്തില്ലാത്ത കുറച്ച് പുസ്തകങ്ങൾ. ഇവയെല്ലാം കൊണ്ട് ഷെൽഫുകൾ സീലിംഗ് വരെ നിറഞ്ഞിരിക്കുന്നു. ഒന്നും വായിച്ചിട്ടില്ലാത്ത ഡെഡ്ലി പോലും ഇവയിൽ ചിലത് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു പോയേനെ. പ്രൊഫസർ വിൻഡിക്ട് വിരീഡിയന്റെ ശാപങ്ങളും പ്രതിശാപങ്ങളും എന്ന പുസ്തകത്തിൽ നിന്ന് ഹാരിയെ ഹാഗ്രിഡിന് വലിച്ചു കൊണ്ടുപോകേണ്ടി വന്നു. കാരണം അത് നിങ്ങളുടെ സുഹൃത്തിനെ വശീകരിക്കുക, നിങ്ങളുടെ ശത്രുക്കളെ നശിപ്പിക്കുക തുടങ്ങിയവ വിശദീകരിക്കുന്ന പുസ്തകങ്ങളായിരുന്നു. ഡെഡ്ലി എങ്ങനെ കേസ് ചെയ്യണമെന്ന് ഞാൻ നോക്കുകയായിരുന്നു. അതൊരു നല്ല ആശയം തന്നെയാണ്, സമ്മതിച്ചു. പക്ഷേ വളരെ പ്രത്യേക സാഹചര്യങ്ങളിലൊഴികെ മകൾ ലോകത്ത് മാജിക് ഉപയോഗിക്കരുത്, ഹാഗ്രിഡ് ഹാരിയെ ഉപദേശിച്ചു. മാത്രമല്ല, അതൊന്നും ചെയ്യാൻ നിനക്കിപ്പോൾ ആകില്ല. ആ നിലയിലേക്ക് എത്താൻ നീ ഒരുപാട് പഠിക്കണം. ഹാരിയെ ഒരു കട്ടിയുള്ള സ്വർണ്ണ കോൾട്രോൺ വാങ്ങാൻ ഹാഗ്രിഡ് അനുവദിച്ചില്ല. കാരണം പ്യൂട്ട എന്ന് ലിസ്റ്റിൽ പ്രത്യേകം പരാമർശിച്ചിരുന്നു. പക്ഷേ പോഷൻസ് ചേരുവകൾ അളക്കാൻ നല്ലൊരു സ്കെയിലും മടക്കാവുന്ന ഒരു പിച്ചള ദൂരദർശിനിയും അവർ വാങ്ങി. പിന്നെ അവർ മരുന്നുശാല സന്ദർശിച്ചു. അതിൻ്റെ ഭീകരഗന്ധം ഒഴിച്ചുമാറ്റിയാൽ അത് വളരെ ആകർഷകമായിരുന്നു. ചീഞ്ഞ മുട്ടകളുടെയും കാബേജുകളുടെയും മിശ്രിത ഗന്ധം. സ്ലൈം പോലുള്ള സാധനങ്ങളുടെ ബാരലുകൾ അവിടെ ഉണ്ടായിരുന്നു. ഔഷധ സസ്യങ്ങളുടെ ജാറുകൾ, ഉണങ്ങിയ വേരുകൾ, തിളക്കമുള്ള പൊടികൾ എന്നിവ ചുവരുകളിൽ നിരന്നിരുന്നു. തൂവലുകളുടെ കെട്ടുകൾ, കൊമ്പുകൾ കോർത്ത ചരടുകൾ, സീലിംഗിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന നഖങ്ങൾ. കൗണ്ടറിന് പിന്നിലുള്ള ആളോട് ഹാരിക്ക് ചില അടിസ്ഥാന പോഷൻസ് ചേരുവകൾ നൽകാൻ ഹാഗ്രിഡ് ആവശ്യപ്പെടാൻ പോയ തക്കത്തിന് ഹാരി തന്നെ 21 ഗാലിയനുകൾ വില വരുന്ന വെള്ളി യൂണിക്കോൺ കൊമ്പുകളും ചെറുതും തിളക്കമുള്ളതുമായ കറുത്ത വണ്ടിന്റെ കണ്ണുകളും പരിശോധിച്ചു. മരുന്നുശാലയുടെ പുറത്തു കടന്നപ്പോൾ ഹാഗ്രിഡ് വീണ്ടും ഹാരിയുടെ ലിസ്റ്റ് പരിശോധിച്ചു. നിന്റെ വടി മാത്രമേ ബാക്കിയുള്ളൂ. ഓ അതെ, ഞാൻ നിനക്കൊരു പിറന്നാൾ സമ്മാനം ഇതുവരെ തന്നില്ല അല്ലേ? ഹാരി ചുവന്നു തുടുത്തു. അതൊന്നും വാങ്ങേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ നിനക്കൊരു ആനിമലിനെ വാങ്ങാം. തവള വേണ്ട, അതിൻ്റെ ഫാഷൻ കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളായി. എല്ലാവരും ചിരിക്കും. എനിക്ക് പൂച്ചകളെ ഇഷ്ടമല്ല. ഞാൻ തുമ്മും. ഒരു മൂങ്ങയെ വാങ്ങാം. എല്ലാ കുട്ടികൾക്കും മൂങ്ങകളെ വേണം. അവ വളരെ ഉപയോഗപ്രദമാണ്. അവ കത്തുകളും മറ്റും കൊണ്ടെത്തിക്കും. 20 മിനിറ്റിന് ശേഷം അവർ ഇരുണ്ടതും രത്നതുല്യമായ കണ്ണുകൾ നിറഞ്ഞതുമായ ഈലോപ്സ് ഔൾ എംപോറിയത്തിൽ നിന്ന് പുറത്തിറങ്ങി. ഹാരിയുടെ കയ്യിൽ ഇപ്പോൾ വലിയ ഒരു കൂടുണ്ടായിരുന്നു. അതിൽ ഒരു മനോഹരമായ മഞ്ഞുപോലുള്ള ഒരു മൂങ്ങയും. അത് ചിറകിനടിയിൽ തലവെച്ച് ഗാഠനിദ്രയിലായിരുന്നു. നന്ദി പറയുമ്പോൾ അവന്റെ ശബ്ദം പ്രൊഫസർ കിറലിൻ്റേതുപോലെ ഇടറി. അതൊന്നും പറയണ്ട ഹാരി, ഹാഗ്രിഡ് പറഞ്ഞു.
നിനക്ക് ഡേഴ്സ്ലികളിൽ നിന്ന് സമ്മാനങ്ങൾ ഒന്നും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഒലിവാൻഡസ് മാത്രമേ ബാക്കിയുള്ളൂ. വാൻഡുകൾ വാങ്ങാനുള്ള ഒരേ ഒരു സ്ഥലം ഒലിവാൻഡസ്. നിനക്ക് ഏറ്റവും മികച്ച വടി തന്നെ ഉണ്ടായിരിക്കണം. ഒരു മാന്ത്രിക വടി. അതിനായിരുന്നു ഹാരി ഇത്രയും നേരം കാത്തിരുന്നത്. അവസാനത്തെ ഈ കട ഇടുങ്ങിയതും ജീർണിച്ചതുമായിരുന്നു. വാതിലിനു മുകളിൽ സ്വർണ്ണ അക്ഷരങ്ങളിൽ ഒലിവാൻഡസ് BC 382 മുതൽ ഫൈൻ വാൻസിന്റെ നിർമ്മാതാക്കൾ എന്ന് എഴുതിയിരുന്നു. പൊടി പിടിച്ച ജനാലയിൽ മങ്ങിയ പേർപ്പിൾ തലയണയിൽ ഒരു വടി കിടന്നിരുന്നു. കടയുടെ ഉള്ളിലെവിടെയോ ഒരു മണി മുഴങ്ങുന്ന ശബ്ദം അവർ അകത്തു കടന്നപ്പോൾ കേട്ടു. ഹാഗ്രിഡ് ഇരുന്ന കാത്തിരിക്കാനുള്ള ഒരു കസേര ഒഴികെ ശൂന്യമായ ഒരു ചെറിയ സ്ഥലമായിരുന്നു അത്. വളരെ നിഷ്ഠയുള്ള ഒരു ലൈബ്രറിയിൽ പ്രവേശിച്ചതുപോലെ വിചിത്രമായി ഹാരിക്ക് തോന്നി. അവന് പുതുതായി മനസ്സിൽ വന്ന നിരവധി ചോദ്യങ്ങൾ അവൻ വിഴുങ്ങി. പകരം സീലിംഗ് വരെ വൃത്തിയായി അടുക്കി വച്ചിരിക്കുന്ന ആയിരക്കണക്കിന് ഇടുങ്ങിയ പെട്ടികളിലേക്ക് നോക്കി. അവന്റെ കഴുത്തിന്റെ പിൻഭാഗത്ത് എന്തോ തറച്ച പോലെ അവന് തോന്നി. അവിടുത്തെ പൊടിയും നിശബ്ദതയും എന്തോ രഹസ്യ മാന്ത്രികതയാൽ ഇളകുന്നുണ്ടായിരുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ. മൃദുവായ ഒരു ശബ്ദം ഉയർന്നു. ഹാരി ചാടി എഴുന്നേറ്റു. ഹാഗ്രിഡും ചാടിയിരിക്കണം. കാരണം വലിയ ഒരു ഞെരുക്ക ശബ്ദവും കൂടെ ഉണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് കസേരയിൽ നിന്ന് എഴുന്നേറ്റു. കടയുടെ ഇരുട്ടിലൂടെ ചന്ദ്രനെ പോലെ തിളങ്ങുന്ന വിടർന്ന വിളറിയ കണ്ണുകളുമായി ഒരു വൃദ്ധൻ അവരുടെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഹലോ, ഹാരി ബുദ്ധിമുട്ടോടെ പറഞ്ഞു. ആ അതെ, ആ മനുഷ്യൻ പറഞ്ഞു. അതെ അതെ, ഉടനെ നിന്നെ കാണേണ്ടി വരുമെന്ന് എനിക്ക് തോന്നിയിരുന്നു ഹാരി പോട്ടർ. അതൊരു ചോദ്യമല്ലായിരുന്നു. നിനക്ക് നിന്റെ അമ്മയുടെ അതേ കണ്ണുകളാണ്. അവൾ ഇവിടെ വന്ന് ആദ്യത്തെ വടി വാങ്ങിയത് ഇന്നലെ നടന്നതുപോലെ തോന്നുന്നു. 10.25 ഇഞ്ച് നീളമുള്ള വില്ലോ കൊണ്ട് നിർമ്മിച്ച മൃദുവായ വടി. ചാംസ് ചെയ്യാനുള്ള നല്ല വടി. മിസ്റ്റർ ഒലിവാൻഡർ ഹാരിയുടെ അടുത്തേക്ക് നീങ്ങി. ഹാരി ആ വെള്ളിക്കണ്ണുകൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കണ്ണു ചിമ്മാൻ ആഗ്രഹിച്ചു. മറ്റൊന്ന്, നിന്റെ അച്ഛന് ഒരു മഹാഗണി വടി ഇഷ്ടപ്പെട്ടു. 11 ഇഞ്ച് വഴക്കമുള്ളത്, കുറച്ചുകൂടി ശക്തിയുള്ളതും രൂപാന്തരീകരണത്തിന് മികച്ചതും. നിന്റെ അച്ഛൻ അതിഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ വടിയാണ് മാന്ത്രികനെ തിരഞ്ഞെടുക്കുന്നത്. മിസ്റ്റർ ഒലിവാൻഡർ വളരെ അടുത്തെത്തിയതിനാൽ അയാളും ഹാരിയും പരസ്പരം മുഖാമുഖം നിന്നു. ആ മൂടൽ മഞ്ഞുള്ള കണ്ണുകളിൽ ഹാരിക്ക് തന്റെ പ്രതിഫലനം കാണാൻ കഴിഞ്ഞു. ഇതാണല്ലേ. മിസ്റ്റർ ഒലിവാൻഡർ തന്റെ നീണ്ട വെളുത്ത വിരൽ കൊണ്ട് ഹാരിയുടെ നെറ്റിയിലെ മിന്നൽ പാട് തൊട്ടു. അത് ചെയ്ത വടി ഞാൻ വിറ്റു എന്ന് പറയേണ്ടി വരുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. അയാൾ ശബ്ദം മൃദുവാക്കി. 13.5 ഇഞ്ച്. ശക്തമായ വടി, വളരെ ശക്തം. കിട്ടിയത് തെറ്റായ കൈകളിലാണ്. ആ വടി ലോകത്തിലേക്ക് എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് എനിക്കറിയാമായിരുന്നെങ്കിൽ. അയാൾ തലയാട്ടി. പിന്നെ ഹാഗ്രിഡ് അയാളുടെ കണ്ണിൽപ്പെട്ടപ്പോൾ ഹാരിക്കൊരൽപ്പം ആശ്വാസമായി. റൂബിയസ് ഹാഗ്രിഡ്, നിന്നെ വീണ്ടും കാണാൻ പറ്റിയതിൽ സന്തോഷം. 16 ഇഞ്ച് നീളമുള്ള ഓക്ക്, വളഞ്ഞത് അല്ലേ? അതെ സർ, അതെ, ഹാഗ്രിഡ് പറഞ്ഞു. ഒരു നല്ല മാന്ത്രിക വടിയായിരുന്നു അത്. പക്ഷേ നിന്നെ പുറത്താക്കിയപ്പോൾ അവർ അത് പകുതിയായി ഓടിച്ചു അല്ലേ? മിസ്റ്റർ ഒലിവാൻഡർ പെട്ടെന്ന് പരുഷനായി. അതെ, അവർ അങ്ങനെ ചെയ്തു, അതെ, ഹാഗ്രിഡ് കാലുകൾ ഇളക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാലും എൻ്റെ കയ്യിൽ ഇപ്പോഴും കഷണങ്ങളുണ്ട്, അദ്ദേഹം സന്തോഷത്തോടെ കൂട്ടിച്ചേർത്തു.
പക്ഷേ നിങ്ങളത് ഉപയോഗിക്കുന്നില്ലല്ലോ, മിസ്റ്റർ ഒലിവാൻഡർ രൂക്ഷമായി ചോദിച്ചു. ഓ ഇല്ല സർ, ഹാഗ്രിഡ് പെട്ടെന്ന് മറുപടി നൽകി. സംസാരിക്കുന്നതിനിടയിൽ ഹാഗ്രിഡ് തന്റെ പിങ്ക് കുട വളരെ മുറുകെ പിടിച്ചിരിക്കുന്നത് ഹാരി ശ്രദ്ധിച്ചു. ഹാഗ്രിഡിനെ മുനവെച്ച ഒരു നോട്ടം നോക്കി മിസ്റ്റർ ഒലിവാൻഡർ തുടർന്നു. മിസ്റ്റർ പോട്ടർ, ഞാൻ നോക്കട്ടെ. അയാൾ പോക്കറ്റിൽ നിന്ന് വെള്ളി അടയാളങ്ങളുള്ള ഒരു നീണ്ട അളവ് ടേപ്പ് പുറത്തെടുത്തു. നിന്റെ മാന്ത്രിക വടി ഉപയോഗിക്കുന്ന കൈകൾ ഏതാണ്? ഞാൻ വലം കൈയ്യനാണ്, ഹാരി ഉത്തരം നൽകി. കൈ നീട്ടി പിടിക്കൂ, അത്രയേ ഉള്ളൂ. അയാൾ ഹാരിയുടെ തോളിൽ നിന്ന് വിരൽ വരെയും പിന്നീട് കൈത്തണ്ട മുതൽ കൈമുട്ട് വരെയും തോളിൽ നിന്ന് തറ വരെയും കാൽമുട്ട് മുതൽ കക്ഷം വരെയും തലയ്ക്ക് ചുറ്റുമുള്ള അളവുകളെല്ലാം അളന്നു. അളന്നപ്പോൾ അയാൾ പറഞ്ഞു, ഓരോ ഒലിവാൻഡർ വാൻഡിലും ശക്തമായ ഒരു മാന്ത്രിക വസ്തുവിന്റെ കാമ്പുണ്ട് മിസ്റ്റർ പോട്ടർ. ഞങ്ങൾ യൂണിക്കോൺ രോമങ്ങൾ, ഫീനിക്സ് തൂവലുകൾ, ഡ്രാഗണുകളുടെ ഹൃദയ ഞരമ്പുകൾ എന്നിവ ഉപയോഗിക്കുന്നു. ഒരുപോലുള്ള ഒലിവാൻഡർ വാൻഡുകളില്ല. 2 യൂണിക്കോണുകളോ ഡ്രാഗണുകളോ ഫീനിക്സുകളോ പോലെ എല്ലാം വ്യത്യസ്തമാണ്. തീർച്ചയായും മറ്റൊരു മാന്ത്രികന്റെ വടി ഉപയോഗിച്ച് നിങ്ങൾക്കൊരിക്കലും അത്രയും നല്ല ഫലങ്ങൾ ലഭിക്കില്ല. തന്റെ മൂക്കിന്റെ ദ്വാരങ്ങൾക്കിടയിൽ അളക്കുന്ന ടേപ്പ് സ്വയം അളവെടുക്കുന്നുണ്ടെന്ന് ഹാരിക്ക് പെട്ടെന്ന് മനസ്സിലായി. മിസ്റ്റർ ഒലിവാൻഡർ ഷെൽഫുകളിൽ ചുറ്റി നടന്ന് പെട്ടികൾ താഴെ ഇറക്കുകയായിരുന്നു. എങ്കിൽ മിസ്റ്റർ പോട്ടർ, ബീച്ചുഡും ഡ്രാഗൺ ഹാർട്ട് സ്ട്രിങ്ങും ഉള്ള ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ. 9 ഇഞ്ച്, നല്ലതും വഴക്കമുള്ളതും. അതെടുത്തൊന്ന് വീശി നോക്ക്. ഹാരി ആ വടിയെടുത്ത് എന്തോ മണ്ടത്തരം കാണിക്കുന്നത് പോലെ അല്പമൊന്ന് വീശി. പക്ഷേ മിസ്റ്റർ ഒലിവാൻഡർ അതവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി. മേപ്പിൾ തൂവലും ഫീനിക്സ് തൂവലും 7 ഇഞ്ച്, നല്ല നിയന്ത്രണമുള്ളത്. വീശി നോക്ക്. ഹാരി ശ്രമിച്ചു. പക്ഷേ അവൻ വടി ഉയർത്തുന്നതിന് തൊട്ടു മുമ്പ് മിസ്റ്റർ ഒലിവാൻഡർ അതും തിരിച്ചു പിടിച്ചു. വേണ്ട വേണ്ട, എബോണിയും യൂണിക്കോൺ മുടിയും 8.5 ഇഞ്ച്. നോക്ക് നോക്ക്, ഒന്ന് പരീക്ഷിച്ചു നോക്ക്. ഹാരി ശ്രമിച്ചു, കുറെ ശ്രമിച്ചു. മിസ്റ്റർ ഒലിവാൻഡർ എന്തിനാണ് കാത്തിരിക്കുന്നതെന്ന് അവൻ അറിയില്ലായിരുന്നു. ശ്രമിച്ച വാൻഡുകളുടെ കൂമ്പാരം കറങ്ങുന്ന കസേരയിൽ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരുന്നു. പക്ഷേ മിസ്റ്റർ ഒലിവാൻഡർ ഷെൽഫുകളിൽ നിന്ന് കൂടുതൽ വാൻഡുകൾ വലിച്ചെടുക്കും തോറും അയാൾ കൂടുതൽ സന്തോഷവാനായി മാറി. കണ്ടുപിടിക്കാൻ പറ്റാത്ത കസ്റ്റമർ അല്ലേ? വിഷമിക്കേണ്ട, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പെർഫെക്റ്റ് ജോഡി കണ്ടെത്താം. അതെ, എന്തുകൊണ്ട്? അസാധാരണ കോമ്പിനേഷൻ ആയ ഹോളിയും ഫീനിക്സ് ഫെദറും ആയിക്കൂടാ? അതെ, എനിക്ക് അത്ഭുതം തോന്നുന്നു. 11 ഇഞ്ച്, നല്ലതും മൃദുലവും. ഹാരി ആ വടിയെടുത്തു. പെട്ടെന്ന് വിരലുകളിൽ ഒരു ചൂട് അനുഭവപ്പെട്ടു. അവന്റെ വടി തലയ്ക്ക് മുകളിലൂടെ ഉയർത്തി. പൊടി നിറഞ്ഞ വായുവിലൂടെ താഴേക്ക് സ്വിഷ് ചെയ്തു. അറ്റത്തുനിന്ന് ഒരു വെടിക്കെട്ട് പോലെ ചുവപ്പും സ്വർണവും നിറത്തിലുള്ള തീപ്പൊരികൾ പാഞ്ഞു. ചുവരുകളിലേക്ക് നൃത്തം ചെയ്യുന്ന പ്രകാശബിന്ദുക്കൾ പറന്നു. ഹാഗ്രിഡ് ആർത്തു വിളിച്ച് കൈയടിച്ചു. മിസ്റ്റർ ഒലിവാൻഡർ നിലവിളിച്ചു. ഓ ബ്രാവോ, വളരെ വിചിത്രം, ഗംഭീരം, എത്ര വിചിത്രം, വെൽ വെൽ വെൽ, വളരെ വിചിത്രം. അയാൾ ഹാരിയുടെ വടി വീണ്ടും പെട്ടിയിലിട്ട് ബ്രൗൺ പേപ്പറിൽ പൊതിഞ്ഞു. അപ്പോഴും പിറുപിറുത്തു. വിചിത്രം, ആശ്ചര്യം. സോറി, പക്ഷേ എന്താണ് വിചിത്രം? ഹാരി ചോദിച്ചു. മിസ്റ്റർ ഒലിവാൻഡർ ഹാരിയെ വിളറിയ നോട്ടം നോക്കി. മിസ്റ്റർ പോട്ടർ, ഞാൻ വിറ്റ എല്ലാ വടിയും എനിക്ക് ഓർമ്മയുണ്ട്. ഓരോ വടിയും. അതായത് നിന്റെ ഈ വടിയിൽ വെച്ച തൂവൽ തന്ന ഫീനിക്സ് പക്ഷി മറ്റൊരു തൂവൽ കൂടി തന്നിരുന്നു, ഒരൊറ്റ എണ്ണം. വിചിത്രമായത് എന്താണെന്നാൽ നീ ഈ വടിക്ക് വിധിക്കപ്പെട്ടവനായപ്പോൾ ഇതിൻ്റെ സഹോദരൻ
നിനക്ക് ഈ പാട് തന്നിരിക്കുന്നു. ഹാരി ഞെട്ടി. അതെ, 13.5 ഇഞ്ച്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? കൗതുകം തന്നെ. മാന്ത്രിക വടിയാണ് മാന്ത്രികനെ തിരഞ്ഞെടുക്കുന്നത്. ഓർമ്മിക്കുക മിസ്റ്റർ പോട്ടർ, നിന്നിൽ നിന്ന് നമ്മൾ വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കണമെന്ന് ഞാൻ കരുതുന്നു. എല്ലാത്തിനുമുപരി ആ പേര് പറയാൻ പാടില്ലാത്തവൻ മികച്ച കാര്യങ്ങൾ ചെയ്തു. അതെ, ഭീകരമായത്, പക്ഷേ മികച്ചത്. ഹാരി വിറച്ചു. മിസ്റ്റർ ഒലിവാൻഡറിനെ തനിക്കത്ര ഇഷ്ടപ്പെട്ടോ എന്ന് അവന് ഉറപ്പില്ലായിരുന്നു. തൻ്റെ മാന്ത്രിക വടിക്ക് 7 സ്വർണ്ണ ഗാലിയനുകൾ നൽകിയപ്പോൾ മിസ്റ്റർ ഒലിവാൻഡർ അവരെ വണങ്ങി. ഉച്ച കഴിഞ്ഞ് സൂര്യൻ ആകാശത്ത് താഴ്ന്നു. ഹാരിയും ഹാഗ്രിഡും മതിലിലൂടെ ഡയഗൺ ആലിയിൽ നിന്ന് തിരിച്ചു വന്ന് ശൂന്യമായ ലീക്കി കോൾട്രോണിലൂടെ തിരികെ നടന്നു. അവർ റോഡിലൂടെ നടക്കുമ്പോൾ ഹാരി ഒന്നും സംസാരിച്ചില്ല. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ തങ്ങളെ നോക്കുന്നുണ്ടെന്ന് അവൻ ശ്രദ്ധിച്ചില്ല. അവരുടെ രസകരമായ ആകൃതിയിലുള്ള പാക്കേജുകളും ഹാരിയുടെ മടിയിൽ ഉറങ്ങുന്ന മഞ്ഞുമൂങ്ങയും ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. മറ്റൊരു എസ്കലേറ്ററിൽ കയറി പാഡിംഗ്ടൺ സ്റ്റേഷനിലേക്ക് അവർ തിരിച്ചു. ഹാഗ്രിഡ് തൻ്റെ തോളിൽ തട്ടിയപ്പോഴാണ് അവർ എവിടെയാണെന്ന് ഹാരിക്ക് ബോധോദയമുണ്ടായത്. ട്രെയിൻ പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും കഴിക്കാമെന്ന് തോന്നുന്നു, അയാൾ പറഞ്ഞു. അയാൾ ഹാരിക്ക് ഒരു ഹാംബർഗർ വാങ്ങിക്കൊടുത്തു. അവർ അത് കഴിക്കാൻ പ്ലാസ്റ്റിക് സീറ്റുകളിൽ ഇരുന്നു. ഹാരി ചുറ്റും നോക്കിക്കൊണ്ടിരുന്നു. എന്തോ എല്ലാം വളരെ വിചിത്രമായി അവന് തോന്നി. എന്തു പറ്റി ഹാരി? ഒന്നും മിണ്ടുന്നില്ല. ഹാഗ്രിഡ് ആകുലനായി. ഹാരിക്ക് അത് വിശദീകരിക്കാൻ കഴിയുമോ എന്ന് ഉറപ്പില്ലായിരുന്നു. ജീവിതത്തിലെ ഏറ്റവും മികച്ച ജന്മദിനം അവൻ ആഘോഷിച്ചു. എന്നിട്ടും വാക്കുകൾ കണ്ടെത്താനാകാതെ അവൻ തൻ്റെ ഹാംബർഗർ ചവച്ചു. എല്ലാവരും എന്നെ സ്പെഷ്യലായി കാണുന്നു, അവൻ ഒടുവിൽ പറഞ്ഞു. ലീക്കി കോൾട്രോണിലുള്ള എല്ലാവരും, പ്രൊഫസർ ക്വിറൽ, മിസ്റ്റർ ഒലിവാൻഡർ. പക്ഷേ എനിക്ക് മാജിക്കിനെ കുറിച്ച് ഒന്നും അറിയില്ല. ആ എന്നിൽ നിന്ന് അവർക്കെങ്ങനെ വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കാൻ കഴിയും? ഞാൻ പ്രശസ്തനാണ്. എന്തിന് പ്രശസ്തനായെന്ന് എനിക്ക് ഓർമ്മ പോലുമില്ല. സോറി, എൻ്റെ മാതാപിതാക്കൾ മരിച്ച രാത്രിയിൽ എന്താണ് സംഭവിച്ചതെന്ന് പോലും എനിക്കറിയില്ല. ഹാഗ്രിഡ് മേശയുടെ മറുവശത്ത് നിന്ന് മുന്നോട്ടാഞ്ഞു. കാട് പോലുള്ള താടിക്കും പുരികങ്ങൾക്കും പിന്നിൽ വളരെ ദയയുള്ള ഒരു പുഞ്ചിരി അയാൾക്കുണ്ടായിരുന്നു. വിഷമിക്കേണ്ട ഹാരി, നീ വേഗം പഠിക്കും. ഹോഗ്വാർട്സിൽ നിന്ന് തന്നെയാണ് എല്ലാവരും തുടങ്ങുന്നത്. നിനക്കും സാധിക്കും. നീയായി നിന്നാൽ മതി. അത് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. നിന്നെ എപ്പോഴും ഒറ്റപ്പെടുത്തിയിട്ടാണുള്ളത്. അത് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ ഹോഗ്വാർട്സിൽ നിനക്ക് മികച്ച ദിനങ്ങൾ ആസ്വദിക്കാൻ കഴിയും. എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും കഴിയുന്നുമുണ്ട്. അതാണ് സത്യം. ഡേഴ്സ്ലികളുടെ അടുത്തേക്ക് തിരികെ പോകുന്ന ട്രെയിനിൽ ഹാരിയെ കയറാൻ ഹാഗ്രിഡ് സഹായിച്ചു. എന്നിട്ടൊരു കവർ അവന് കൊടുത്തു. ഹോഗ്വാർട്സിലേക്കുള്ള ടിക്കറ്റ്, അയാൾ പറഞ്ഞു. സെപ്റ്റംബർ 1 തീയതി, കിങ്സ് ക്രോസ്. എല്ലാം നിന്റെ ടിക്കറ്റിലുണ്ട്. ഡേഴ്സ്ലികളുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിന്റെ മൂങ്ങ വഴി ഒരു കത്തയക്കുക. അവൾക്ക് ഞാൻ എവിടെ ഉണ്ടാകുമെന്ന് അറിയാം. ഹാരി, ഉടൻ കാണാം. ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. ഹാഗ്രിഡ് കാഴ്ചയിൽ നിന്ന് മറയുന്നതുവരെ അയാളെ നോക്കി നിൽക്കാൻ ഹാരി ആഗ്രഹിച്ചു. അവൻ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ജനാലയിൽ മൂക്കമർത്തി. പക്ഷേ അവൻ ഒന്ന് കണ്ണു ചിമ്മിയപ്പോഴേക്കും ഹാഗ്രിഡ് പോയി കഴിഞ്ഞിരുന്നു. അപ്പോൾ അധ്യായം 5 ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അധ്യായം 6, ദ ജേർണി ഫ്രം പ്ലാറ്റ്ഫോം 9 and 3 ക്വാർട്ടേഴ്സ്. ഹാരിക്ക് ഡേഴ്സ്ലി ദമ്പതികളോടൊപ്പമുള്ള അവസാന മാസം അത്ര രസകരമായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഡഡ്ലി ഇപ്പോൾ ഹാരിയെ വളരെയധികം ഭയപ്പെട്ടിരുന്നു. ഒരു മുറിയിൽ ഒന്നിച്ച് നിൽക്കാൻ പോലും അവൻ ഭയപ്പെട്ടു.
അതേസമയം പെറ്റൂണിയ അമ്മായിയും അങ്കിൾ വെർണോണും ഹാരിയെ കബേർഡിൽ അടച്ചിടാനോ എന്തെങ്കിലും ചെയ്യാനോ നിർബന്ധിച്ചില്ല. അവനോട് ആക്രോശിച്ചതുമില്ല. വാസ്തവത്തിൽ അവർ അവനോട് ഒന്നും സംസാരിച്ചില്ല. പകുതി ഭയവും പകുതി ദേഷ്യവും കൊണ്ട് ഹാരിയുള്ള കസേര ഒഴിഞ്ഞു കിടക്കുന്നത് പോലെ അവർ പെരുമാറി. ഇത് ഒരു തരത്തിൽ ഒരു പുരോഗതിയാണെങ്കിലും കുറച്ചു ദിവസത്തിനു ശേഷം അതല്പം സങ്കടകരമായി ഹാരിക്ക് തോന്നി. ഹാരി തന്റെ പുതിയ മൂങ്ങയോടൊപ്പം മുറിയിൽ തന്നെ തുടർന്നു. എ ഹിസ്റ്ററി ഓഫ് മാജിക് എന്ന പുസ്തകത്തിൽ കണ്ടെത്തിയ ഹെഡ്വിഗ് എന്ന പേര് അവൾക്ക് നൽകാൻ അവൻ തീരുമാനിച്ചു. സ്കൂൾ പുസ്തകങ്ങൾ വളരെ രസകരമായിരുന്നു. വൈകിയ രാത്രികളിലും അവൻ കട്ടിലിൽ കിടന്ന് അവ വായിച്ചു കൊണ്ടിരുന്നു. ഹെഡ്വിഗ് തുറന്ന ജനാലയിലൂടെ അവളുടെ ഇഷ്ടപ്രകാരം അകത്തേക്കും പുറത്തേക്കും പറന്നു. പെറ്റൂണിയ അമ്മായി വൃത്തിയാക്കാൻ വരാതിരുന്ന ഭാഗ്യം. കാരണം ഹെഡ്വിഗ് ചത്ത എലികളെ കൊണ്ടുവരുന്നത് സ്ഥിരമാക്കിയിരുന്നു. ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് എല്ലാ രാത്രിയും ഹാരി ചുമരിൽ ഉറപ്പിച്ച കടലാസിൽ ദിവസങ്ങൾ അടയാളപ്പെടുത്തി. സെപ്റ്റംബർ 1 തീയതി എണ്ണിക്കൊണ്ട്. ഓഗസ്റ്റ് അവസാന ദിവസം. അടുത്ത ദിവസം കിങ്സ് ക്രോസ് സ്റ്റേഷനിൽ കൊണ്ടുവിടുന്നതിനെക്കുറിച്ച് അമ്മായിയോടും അമ്മാവനോടും സംസാരിക്കുന്നതാണ് നല്ലതെന്ന് ഹാരിക്ക് തോന്നി. അങ്ങനെ അവൻ സ്വീകരണ മുറിയിലേക്ക് പോയി. അവിടെ ഡേഴ്സ്ലികൾ ടെലിവിഷനിൽ ഒരു ക്വിസ് ഷോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. താൻ അവിടെയുണ്ടെന്ന് അവരെ അറിയിക്കാൻ അവനൊന്ന് ചുമച്ചു. ഡഡ്ലി അലറി വിളിച്ച് മുറിയിൽ നിന്ന് ഓടിപ്പോയി. അങ്കിൾ വെർണോൺ. താൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കാണിക്കാൻ അങ്കിൾ വെർണോൺ ഒന്ന് മുരണ്ടു. എനിക്ക് നാളെ കിങ്സ് ക്രോസിൽ എത്തണം, ഹോഗ്വാർട്സിലേക്ക് പോകാൻ. അങ്കിൾ വെർണോൺ വീണ്ടും മുരണ്ടു. എന്നെ ഒന്ന് കൊണ്ടുവിടാമോ? വീണ്ടും മുരൾച്ച. അതിനർത്ഥം അതെ എന്നാണെന്ന് ഹാരി കരുതി. നന്ദി. അവൻ മുകളിലേക്ക് തിരികെ പോകാൻ തുടങ്ങിയപ്പോഴാണ് അങ്കിൾ വെർണോണിന്റെ ശബ്ദം പുറത്തു വന്നത്. മാന്ത്രികരുടെ സ്കൂളിലേക്ക് പോകാൻ രസകരമായ ഒരു വഴി, ട്രെയിൻ. മാന്ത്രിക പരവതാനികളെല്ലാം പഞ്ചറായോ? ഹാരി ഒന്നും പറഞ്ഞില്ല. ഈ സ്കൂൾ എവിടെയാണ്? എനിക്കറിയില്ല. ആദ്യമായി ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഹാരി മറുപടി നൽകി. ഹാഗ്രിഡ് തന്ന ടിക്കറ്റ് അവൻ പോക്കറ്റിൽ നിന്ന് പുറത്തെടുത്തു. 9:45 പ്ലാറ്റ്ഫോമിൽ നിന്നും 11 മണിക്ക് ട്രെയിൻ കയറുക. അവൻ വായിച്ചു. അവൻ്റെ അമ്മായിയും അമ്മാവനും തുറിച്ചു നോക്കി. എന്ത് പ്ലാറ്റ്ഫോം? 9:45. അസംബന്ധം പറയരുത്, അങ്കിൾ വെർണോൺ പറഞ്ഞു. 9:45 പ്ലാറ്റ്ഫോം എന്നൊന്നില്ല. എൻ്റെ ടിക്കറ്റിൽ അങ്ങനെയാണ്. വല്ല ഭ്രാന്ത് വിളിച്ചു പറയല്ലേ, അങ്കിൾ വെർണോൺ ദേഷ്യത്തോടെ അലറി വിളിച്ചു. അവരിൽ പലരും അത് തന്നെയാണ് ചെയ്യാറ്. നിനക്ക് കാണാം, നീ കാത്തിരിക്ക്. ശരി, ഞങ്ങൾ നിന്നെ കിങ്സ് ക്രോസിൽ കൊണ്ടുവിടാം. എന്തായാലും നാളെ ഞങ്ങൾ ലണ്ടനിലേക്ക് പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നു. നിങ്ങൾ എന്തിനാണ് ലണ്ടനിലേക്ക് പോകുന്നത്? സൗഹൃദപരമായി കാര്യങ്ങൾ നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ട് ഹാരി ചോദിച്ചു. ഡഡ്ലിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു, അങ്കിൾ വെർണോൺ മുറുമുറുത്തു. സ്മെൽറ്റിങ്സിലേക്ക് പോകുന്നതിനു മുമ്പ് ആ ചുവന്ന വാൽ നീക്കം ചെയ്യണം. പിറ്റേന്ന് രാവിലെ 5 മണിക്ക് ഹാരി ഉണർന്നു. വീണ്ടും ഉറങ്ങാൻ കഴിഞ്ഞില്ല. അത്രയ്ക്ക് ആവേശവും പരിഭ്രമവും അനുഭവപ്പെട്ടു. മാന്ത്രികന്റെ വസ്ത്രം ധരിച്ച് സ്റ്റേഷനിലേക്ക് നടക്കാൻ കഴിയാത്തതിനാൽ അവൻ എഴുന്നേറ്റ് ജീൻസ് ധരിച്ചു. ട്രെയിനിൽ വെച്ച് മാറാം. ആവശ്യമുള്ളതെല്ലാം ഉണ്ടെന്ന് ഉറപ്പാക്കാൻ അവൻ വീണ്ടും വീണ്ടും തന്റെ ഹോഗ്വാർട്സ് ലിസ്റ്റ് പരിശോധിച്ചു. ഹെഡ്വിഗ് തന്റെ കൂട്ടിൽ സുരക്ഷിതമായി അടച്ചിരിക്കുന്നതായി ഉറപ്പുവരുത്തി. തുടർന്ന് ഡേഴ്സ്ലി കുടുംബം എഴുന്നേൽക്കാൻ കാത്തിരുന്ന് മുറിയിൽ ചിലവഴിച്ചു. 2 മണിക്കൂറിന് ശേഷം ഹാരിയുടെ വലിയ ഭാരമുള്ള പെട്ടി ഡേഴ്സ്ലിയുടെ കാറിൽ ഡിക്കിയിൽ കയറ്റി. പെറ്റൂണിയ അമ്മായി ഡഡ്ലിയെ ഹാരിയുടെ അരികിൽ ഇരുത്തി. അവർ യാത്ര തിരിച്ചു. 10:30 അവർ കിങ്സ് ക്രോസിൽ എത്തി. അങ്കിൾ വെർണോൺ ഹാരിയുടെ പെട്ടി അവനു വേണ്ടി സ്റ്റേഷനിലെ ഒരു ട്രോളിയിലേക്ക് വലിച്ചിട്ട് കൊടുത്തു. ഈ ദയ ഹാരിക്ക് അവിശ്വസനീയമായി തോന്നി. പ്ലാറ്റ്ഫോമുകളിലേക്ക് നോക്കി ഒരു ദുഷിച്ച പുഞ്ചിരി അങ്കിൾ വെർണോണിന്റെ മുഖത്ത് കാണുന്നതുവരെ.
അപ്പോൾ ഈ അധ്യായം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. സോ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. താങ്ക് യു.